തിരുവനന്തപുരം പാറശാലയിൽ ഇളകി വീണ പാറയ്ക്കടിയിൽ കുടുങ്ങിയ വീട്ടമ്മയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പരിക്കേറ്റ പെലക്കവിള സ്വദേശി രാജകുമാരിയെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോഴാണ് ദേഹത്തേക്ക് വലിയ പാറ പതിച്ചത്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഇതേപോലെ പല വീടുകളും ഇതേ അവസ്ഥയിലാണ്. ഇത് ഇവിടെ എന്തെങ്കിലും പാറ പൊട്ടിക്കുകയോ ഇതുപോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവുകയോ ചെയ്യുമ്പോൾ ഇവിടെ ചില വ്യക്തികൾ വന്ന് സ്റ്റേ ചെയ്യുകയും ഇത് പിന്നെ അവിടെ വെച്ചിരിക്കുകയും ആണ് പതിവ്. ഇത് പരിപൂർണമായിട്ട് മാറ്റി ഒത്തിരി ഇതിന്റെ അപ്പുറത്ത് വേറെ വീടുകളുണ്ട്. ഇതേപോലെ ഈ ഘട്ടങ്ങളിൽ ഇതേപോലെ ഇരിക്കുന്ന അനേകം പ്രദേശങ്ങളുണ്ട്. അപ്പം അതിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും സ്റ്റേ ആവും. അവിടുന്ന് പിന്നെ അതങ്ങനെ വെച്ചിരിക്കും. അടിയന്തരമായിട്ട് ഇതിനുള്ള പരിഹാരം ചെയ്തു തരണമെന്ന് ഗവൺമെന്റിനോടും വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. വലിയൊരു അപകടം വഴുതി മാറി എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ. അങ്ങനെ അത്ഭുതകരമായിട്ട് ആണ് ഈ വീട്ടമ്മ രക്ഷപ്പെട്ടത്. ജിബിൻ ജെബി ഈ സംഭവ സ്ഥലത്തുണ്ട്. ജിബിൻ ജെബി നമുക്കൊപ്പം ചേരുന്നു. ജിബിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞതും ഈ രക്ഷാപ്രവർത്തകർ എത്തിയതും? ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് പൊയ്കവിള എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. രാവിലെ 5:30യോടുകൂടി രാജകുമാരി എന്ന് പറയുന്ന 50 വയസ്സുള്ള സ്ത്രീ, അവരുടെ വീടാണ് തൊട്ടുപിന്നിലായി കാണുന്നത്. വീട്ടിൽ നിന്ന് ഇവിടെ പശു വളർത്തുന്നുണ്ട്. പശുവിനെ കറക്കുന്നതിന് വേണ്ടിയും അതിന് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്നാണ് ഇവിടേക്ക് കാണുന്നത്. അതായത് ഈ പശുവിനെ കിട്ടിയിരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തായി ആണ് ഇവിടെ ഒരു ശൗചാലയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയാണ്. ഈ ശൗചാലയത്തിന് മുകളിലായിട്ടാണ് ഈ കാണുന്ന പാറ ഇരുന്നത്. ഈ പാറ അവിടെ നിന്ന് മണ്ണോടുകൂടി താഴേക്ക് വരികയായിരുന്നു. ഇവിടെ നിന്ന് രാജകുമാരി ഓടി മാറാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അവർ ഈ പാറയ്ക്ക് അടിയിലേക്ക് വിടുകയായിരുന്നു. ഈ കാണുന്ന പാറയുടെ ഈ ഒരു ഭാഗത്താണ് ഇവർ കുടുങ്ങിക്കിടന്ന അവരുടെ വസ്ത്രങ്ങളാണ്. ഇവിടെ നിന്ന് ഇവരുടെ ഭർത്താവാണ് നിലവിളിച്ചുകൊണ്ട് ഇവരുടെ തല മാത്രമാണ് പുറത്തേക്ക് ഉണ്ടായിരുന്നത്. ആ തലയും താങ്ങിക്കൊണ്ട് ഭർത്താവ് ഏറെ നേരം ഇവിടെ ഇരുന്നു. പിന്നീടാണ് നാട്ടുകാർ ഈ നിലവിളി കേട്ട് 5:30 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നാട്ടുകാരും പിന്നീട് പാറശാല പോലീസും ഫയർഫോഴ്സും ചേർന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു. പക്ഷേ വലിയൊരു പാറ കഷ്ടമാണ്. സാധാരണ മനുഷ്യർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റി ഇവിടെ നിന്ന് അടിയിൽപ്പെട്ട് കിടക്കുന്ന ആൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. പിന്നീടാണ് ഈ വീടിന്റെ മുൻവശത്ത് ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിന്റെ വശത്തായി മതിലുണ്ട്. ആ മതിൽ പൊളിച്ച് ഒരു JCB ഉള്ളിലേക്ക് കയറ്റിയാണ് ഈ പാറക്കഷ്ണം ഉയർത്തി അതിനടിയിലുണ്ടായിരുന്ന രാജകുമാരി പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. ചേട്ടാ, ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് നടത്തിയതല്ലേ? എന്റെ വീട് ഇവിടെ അടുത്താണ്. ഇവിടെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വിളി കേട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ആ സമയത്ത് അപാര രകത്ത് ഉള്ളിലോട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ താങ്ങി കൈ കൊണ്ടും താങ്ങി കല്ല് വെച്ചിരുന്നെങ്കിലും നമ്മളെ കൈക്ക് നിൽക്കില്ലെന്നറിയായി ഇവിടെ JCB വിളിച്ച് പാറശാല പോലീസിനെ വിളിച്ചിട്ട് വന്നാണ് മൊത്തത്തിൽ JCB തള്ളി പതുക്കെ എടുത്തതേ ഉള്ളൂ. പക്ഷെ അവർക്ക് കാലിൽ പരിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാരും കൂടി എല്ലാം മൊത്തത്തിൽ സഹായിച്ചാണ് എടുത്തത്. ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു. 2ാം ജന്മം എന്ന് പറയാൻ പറ്റും. 2ാം ജന്മം തന്നെയാണ്. നേരത്തെ ഒരു നാട്ടുകാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പല വീടുകളുടെയും പുറകുവശത്ത് ഇതുപോലെ പാറകളുണ്ട്. പക്ഷെ അത് മാറ്റാൻ സംബന്ധിക്കാതെ നിയമപ്രശ്നങ്ങളിൽ കുടുക്കി കിടക്കണം. എന്താണോ അത് ഇവിടെ വസ്തുമാന്തരം കേസാണ്. അവര് മുകളിലുള്ളത് കീറിയെടുക്കാൻ നല്ലതാണ്. അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടുകളിൽ തെറിക്കും. കീറിയെടുത്താൽ വലിയ പാറകൾ കീറിയെടുത്താൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. കീറിയെടുത്താൽ അത് ഓരോരോ ഈ ഒരു വസ്തുമാന്തര കേസിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ സമയങ്ങളിൽ കുരുക്കായിട്ട് വരുന്നതാണ്. അപകടകരമായ ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ഇവിടെയും ഇനിയും അപകടം പതിയിരിക്കുന്നുണ്ട്. കാരണം ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് മണ്ണും ഈ പാറയും താഴേക്ക് പതിച്ചു. പക്ഷെ അതിന് മുകളിലായ അപകടാവസ്ഥയിൽ വീണ്ടും പാറകൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാറ മാത്രമല്ല, ആ പാറയുടെ അടിവശത്തുള്ള മണ്ണ് ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അതും ഏത് സമയത്ത് വേണമെങ്കിലും നിലം പൊത്താമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ പാറ നിൽക്കുന്നത്. മാത്രമല്ല ഈ വീടിന്റെ ചുറ്റിലും അതുപോലെ സമീപത്തുള്ള വീടിന്റെ സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇതുപോലത്തെ പാറകഷ്ണങ്ങൾ അപകടാവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മാറ്റുന്നതിന് വേണ്ടി നാട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാർ ശ്രമിക്കുമ്പോൾ അത് പല നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എത്രയും വേഗം തുടരണമെന്നുള്ള ഒരു ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 5:00 വന്നത് ഈ ഒരു അപകട വാർത്തയാണെങ്കിലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ വീട്ടമ്മയ്ക്ക് അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമ്മൾ ആശ്വാസപ്പെടുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അവരെ ചികിത്സിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.